ഇന്ന് രാജിയുടെ പിറന്നാളാ, മമ്മി തന്നു വിട്ടതാ. എന്നാ എടുത്തോ. എടാ രാജേഷേ, ഇന്നലെ അപ്പച്ചനും അമ്മച്ചും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നാളെ പേരന്റ്സ് മീറ്റിംഗ് അല്ലേ, അപ്പച്ചനും അമ്മച്ചും വരും. അപ്പൊ നാളത്തെ ചെലവ് നിന്റെ വക. എന്റെ വാപ്പ വരാണ്ടിരുന്നാ മതിയായിരുന്നു, വന്നാ പിന്നെ എനിക്കാ ബേജാറ്. ഇവനെന്താ ഒന്നും മിണ്ടാത്തെ? എന്താടാ നീ എന്താ ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ഇവൻ ആലോചിക്കുന്നത് ഇവന്റെ അപ്പൻ എങ്ങനെ കുഴിയുന്ന വരുമെന്നാ. ചേട്ടാ, ഇത് ജോളിയേട്ടൻ കരയണു. ഇവന്റെ അമ്മ കല്ലുമക്കം പോണതാ, എന്നിട്ട് അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്റെ ജോളി ഇനി വല്ലതും പറഞ്ഞ കഴുത്തെ കൊല്ലുന്നില്ല ഞാൻ. വേണ്ട രാജേഷ്, വാടാ പോവാം. രാജി വാ. ബെല്ലടിക്കാൻ കാത്തിരിക്കും എല്ലാരും ഓട്ടപ്രദർശനം നടത്താം. പ്യൂണേട്ടാ, ഇന്ന് മഴ പെയ്യുന്നാ തോന്നുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഇന്ന് ബെല്ലടിച്ചത് പ്യൂണേട്ടനല്ലേ? മഴ ഉറപ്പാ. ഓഹോ, കുട്ടികളും പറഞ്ഞു തുടങ്ങിയല്ലോ. ആ സാരമില്ല, കുട്ടികളല്ലേ. സാറേ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്താടോ? അത്ര ചെറിയ കാര്യമില്ല, കുറച്ച് വലിയ കാര്യ. താൻ കാര്യം പറയടോ. എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് പുറത്തു പോകണം. എന്തിനാടോ? ഒന്ന് വീട്ടിൽ പോകാനാ. താൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? അതെ, എന്നാലും ഒന്നുകൂടി വീട്ടിൽ പോണം. വീട് അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കാനാണോ? ഏയ് അതിനല്ല, ഗ്യാസ് അടുപ്പ് പൂട്ടിയോന്നൊരു സംശയം. അതിന് തന്റെ വീട്ടിൽ ഗ്യാസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഗ്യാസ് ഉണ്ട് സാറേ. ഏത് കമ്പനിയുടെയാ? അയ്യോ, ഇവിടെ സാറേ. ഞാൻ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച്. ആ പുതിയതാണ് സാറേ. എന്തിനാടോ ഇങ്ങനെ നുണ പറയുന്നത്? സ്കൂളിൽ വരുമ്പോഴെങ്കിലും തനിക്ക് സത്യം പറഞ്ഞൂടെ? ഒരു 10 മിനിറ്റ് സാറേ. വേഗം വരണം. ശരി, വേഗം വരാം. എടോ മൂന്നാ, ആ ചുറ്റിക ഇവിടെ വെച്ചിട്ട് പോടൂ. അവിടെ അകത്ത് വെച്ചിട്ട് പോടൂ. സാർ, ഒന്ന് പിടിച്ചേടി, വിടല്ലേ. അയ്യോ, ഓടിവായേ, ഓടിവായേ. അയ്യോ, ഓടി വരണേ. ആ ജയ വെള്ളത്തിൽ വീണ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ജയ വരണേ. മോനെ, എന്റെ മോനെ, നിനക്ക് വല്ലതും പറ്റിയോടാ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. ഈശോയെ, ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോ അയ്യനാട് കുളത്തിലൊരു ഒച്ച കേട്ടു. അപ്പൊ നിങ്ങള് ഓട്ടോയിലല്ലേ വന്നത്? ഇന്ന് ഓട്ടോ ഉണ്ടായിരുന്നില്ല അമ്മേ. ഈശോയെ, എന്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. കർത്താവ് കാത്തു. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയ ഈ അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്?
നിന്നെ കുറിച്ച് കേട്ടപ്പോ ഞാൻ ഓടിപ്പോന്നു. ഒന്നും വാങ്ങാൻ നിന്നില്ല മോനെ. ജലദോഷം പിടിച്ചോന്ന് തോന്നുന്നു. വാ, അമ്മ രാസനാദിപ്പൊടി തിരുമ്മിത്തരാം. മോൻ വന്നാ നനഞ്ഞ മുണ്ട് മാറ്. ഹരേ കൃഷ്ണ. ആത്മാവു വരനേകൻ ഭൂതങ്ങളുള്ളു പുറം, ആത്മാവു തന്നെ ഇരിക്കുന്നതെന്നറിഞ്ഞിട്ടു ആത്മാവല്ലാതെ വേറെ ഭൂതാദിയില്ലായികയാൽ ആത്മരക്ഷാർത്ഥമൊന്നും ലഭിച്ചില്ലെന്നാകിൽ താൻ ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിന്റെ ഭേദം തനിയെ അതുകളാൽ പോവുകയും ചെയ്യും. എന്താ മോളെ, എന്തു പറ്റി? വല്ലായ്മ വല്ലതുണ്ടോ? ഞാനിന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കണ്ടു ചേച്ചിയമ്മേ. എന്താ കുട്ടി നീ പറയണേ? അതെ ചേച്ചിയമ്മേ, നമ്മുടെ ഉണ്ണിക്കുട്ടനെ, സത്യമായിട്ടും. എന്താ മോളെ, വല്ലതും കണ്ടു പേടിച്ചോ നീ? ഇല്ല ചേച്ചിയമ്മേ, സത്യമായിട്ടും കണ്ടു. ഉണ്ണി തന്നെയാ. ഒക്കെ നിന്റെ തോന്നലായിരിക്കും. വെലിച്ചോറ് കൂടി വെക്കാൻ ആളില്ലാത്ത ഈ കുടുംബത്തിന്റെ ദണ്ണം നമ്മളെ ചുമക്കണത് നിനക്കറിയില്ലേ മോളെ? പാവം മുത്തശ്ശി. മോള് മുത്തശ്ശിയോട് പറഞ്ഞോ? ഇല്ല ചേച്ചിയമ്മേ, പറഞ്ഞില്ല. മോളിത് കുടിക്ക്. എന്നിട്ട് എന്താ ഉണ്ടായേ? ഭഗവാനെ, ഇനിയും തീർന്നില്ലേ നിന്റെ പരീക്ഷണങ്ങള്? കണ്ടും കേട്ടും അനുഭവിച്ചും തളർന്ന മനസ്സ ഞങ്ങളുടേത്. എല്ലാം ഒന്നേന്ന് തുടങ്ങണ പോലെ തോന്നുന്നു. ചേച്ചിയമ്മയ്ക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം മോളെ. ഒരീസം ഞാൻ വിളിച്ചിട്ട് വരാൻ ചേച്ചിയമ്മേ. ആ, ഞാനൊരു കാര്യം പറയട്ടെ. മോളിപ്പോ മുത്തശ്ശിയോടൊന്നും പറയണ്ട. സുഖമില്ലാണ്ടിരിക്കുക. ചേച്ചിയമ്മ പറഞ്ഞോളാം. മോളുറങ്ങ.